വെൽക്കം ടു ദ ചാനൽ മൂവി മാൻ. അപ്പൊ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാല് നമ്മുടെ സൂര്യയുടെ റെട്രോയുടെ ട്രെയിലർ റിലീസ് ആയിരിക്കുകയാണ്. അപ്പം രണ്ടു മൂന്ന് ദിവസമായി നമ്മൾ കുറച്ച് വൈകിപ്പോയി നമ്മുടെ ഒപ്പീനിയൻ ഒക്കെ പറഞ്ഞ് ഒരു വീഡിയോ ഇടാൻ വേണ്ടിയിട്ട്. അപ്പൊ നേരെ നമ്മുടെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ട്രെയിലറൊക്കെ കണ്ടു, അടിപൊളി ട്രെയിലറൊക്കെയാണ്. അതിനകത്ത് നമ്മളെ ഒരു പക്ക ഗ്യാങ്സ്റ്റർ മൂവിയാണെന്നും പറഞ്ഞ് പ്രതീക്ഷിച്ചിരുന്നൊരു പടമാണ്. അപ്പോൾ അതിന്റെ ഇടയിലൂടെയാണ് നമ്മൾ കാർത്തിക് സുബ്രാജ് എന്ന ഡയറക്ടർ ഒരു ഇന്റർവ്യൂ കൂടെ പറഞ്ഞത് ഗ്യാങ്സ്റ്റർ പടമൊന്നും അല്ല, പക്ക ഒരു ലവ് സ്റ്റോറി ആണെന്നൊക്കെ പറഞ്ഞത് പുള്ളി. അപ്പം ട്രെയിലർ കണ്ടതിന് പറഞ്ഞ എൻ്റെ ഒരു ഒപ്പീനിയൻ എന്ന് പറഞ്ഞാൽ ട്രെയിലർ കൊള്ളാം, പടം അത്യാവശ്യം നല്ല രീതിയിൽ കയറുന്നതാണ് തന്നെയാണ് നമ്മുടെ വിശ്വാസം. പിന്നെ സൂര്യയുടെ ലുക്കിനെ കുറിച്ചൊക്കെ പറയാനായിട്ടുള്ള രണ്ട് ലുക്കിലാണ് പുള്ളി വരുന്നത്. ഒരു പക്ക ക്ലാസിക് ഒരു ലുക്കിലും പിന്നെ ഒരു നോർമൽ ആയിട്ടുള്ള ഒരു ലുക്കിലേക്കാണ് പുള്ളി വരുന്നത്. രണ്ട് ലുക്കിൽ വരുന്നുണ്ട് പുള്ളി. പിന്നെ നമ്മൾ ഈ റെട്രോയ്ക്കകത്ത് 3 നടന്മാര് നമ്മുടെ മലയാളത്തിൽ നിന്നുണ്ട്. ഒന്ന് നമ്മുടെ ജോജു ജോർജ് ഉണ്ട്, ജയറാം ഉണ്ട്, പിന്നെ മഹേഷിന്റെ പ്രതികാരത്തിന്റെ അകത്ത് നമ്മളെ ജിൻസണില്ലേ, അവനൊക്കെ ഉണ്ട് ഇതിൻ്റെ അകത്ത്. അപ്പോൾ അവരെല്ലാം അത്യാവശ്യം നല്ല റോളാന്ന് തോന്നുന്നു. നമ്മുടെ ജിൻസൺ ആണെങ്കിൽ അത്യാവശ്യം ഒരു ഗുണ്ടാ സെറ്റപ്പ് റോളൊക്കെയാണ്. പിന്നെ നമ്മുടെ ജോജു ജോർജ് ആണെങ്കിൽ എനിക്ക് തോന്നുന്നു ഡയലോഗൊക്കെ വെച്ചിട്ട് തോന്നുന്ന സൂര്യയുടെ അപ്പനൊക്കെ ആയിട്ട് വരുന്നതെന്ന് തോന്നുന്നു. പിന്നെ നമ്മുടെ എടുത്തു പറയേണ്ട ജയറാം അത്യാവശ്യം നല്ലൊരു ത്രൂ ഔട്ട് റോളുണ്ട് ഇതിനകത്ത്. അപ്പൊ നമ്മുടെ എല്ലാവർക്കും അറിയുന്ന സൂര്യയുടെ പഴയ പടം കങ്കുവ, ഇതിനു മുമ്പ് ഇറങ്ങിയ കങ്കുവ എന്നൊക്കെയായാലും നല്ല രീതിയിൽ പൊട്ടി. അപ്പോൾ പുള്ളി അതിൽ നിന്ന് നമ്മളൊരു കംബാക്ക് പ്രതീക്ഷയായിരുന്നു. അപ്പൊ എനിക്കായാലും നമ്മുടെ കാർത്തിക് സുബ്രാജ് മൂലം ഒരു കംബാക്ക് പ്രതീക്ഷിക്കുന്നു നമ്മൾ റെട്രോയുടെ. സൂര്യയുടെ അപ്പൊ ഒരു അടിപൊളി കംബാക്ക് നമുക്ക് പ്രതീക്ഷിക്കാം ഈ മൂവിയിലൂടെ. അപ്പൊ മെയ് 1 പടത്തിന്റെ റെട്രോയുടെ റിലീസ്. എല്ലാവരും പോയി ടിക്കറ്റ് തന്നെ കാണുക, മസ്റ്റ് തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരിക്കും. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പൊ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെ കമന്റിൽ പറയുക. അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് നമ്മൾ വേഗം വരുന്നതായിരിക്കും.